മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാത്തി അൽ ഉസ്താദ്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 3ാമത്തെ യൂണിറ്റിലെ അൽ ഹയാത്തു സഈദ എന്ന പാഠമാണ്. അൽ ഹയാത്തു സഈദ. അൽ ഹയാത്ത് എന്നാൽ ലൈഫ്, ജീവിതം. അസഈദ സന്തുഷ്ടമായ, ഹാപ്പി ആയിട്ടുള്ള ജീവിതം, ഹാപ്പി ലൈഫ്. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഖാമ വസീറു റിയാളത്തി ബിതൗസീഇൽ ജവായിസി വഅൽഖാ ഖുതുബ. നമുക്കറിയാം, ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒളിമ്പിയ അൽ ഖറിയ എന്ന മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ആ പരിപാടിയിലെ മത്സരങ്ങൾ ഉള്ള പരിപാടി. ആ പരിപാടിയിൽ പലതരം ഓട്ട മത്സരമുണ്ട്, അങ്ങനെ പലതരം മത്സരങ്ങളുണ്ട്. ആ പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ സമാപനമാണ്. സമ്മാനം വിതരണം ചെയ്യാൻ. സമ്മാനം വിതരണം ചെയ്യാൻ ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ആരാണ്? വസീറു റിയാള, സ്പോർട്സ് മന്ത്രിയാണ്, മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇത് വിതരണം ചെയ്യാൻ. നമുക്ക് വായിക്കാം. ഖാമ വസീറു റിയാള. വസീറു റിയാളത്ത് എന്നാൽ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ്. വസീർ എന്നാൽ മിനിസ്റ്റർ, റിയാളത്ത് സ്പോർട്സ്. സ്പോർട്സ് മിനിസ്റ്റർ ഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നു. പക്ഷേ ഇവിടെ നിന്നു എന്നല്ല അർത്ഥം. നിങ്ങൾ നോക്കൂ, ഇവിടെ ഖാമ എന്ന് മാത്രമല്ല ഉള്ളത്. അതിന് ശേഷം ഇവിടെ ഒരു ബി എന്നുകൂടി നിങ്ങൾ കാണാം. ഖാമ വസീറു റിയാലത്തി ബി. അപ്പോൾ ഈ ഖാമയോടൊപ്പമുള്ള ഒരു വേർഡാണ് ബിയും. ഖാമ ബി. അങ്ങനെ ഖാമ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നു എന്നല്ല. അപ്പോൾ അർത്ഥം മാറും. നിർവഹിച്ചു, ചെയ്തു, നിർവഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാമ ബി. ഖാമ എന്നാൽ നിന്നു എന്നാണ് അർത്ഥം. ഖാമ ബി എന്നുണ്ടെങ്കിലോ നിർവഹിച്ചു, ചെയ്തു എന്നാണ് അർത്ഥം. എന്ത് നിർവഹിച്ചു? തൗസീഅ്, വിതരണം നിർവഹിച്ചു. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് വിതരണം ചെയ്തു. ദ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്തു. എന്താ വിതരണം ചെയ്തത്? അൽ ജവായിസ്. ജായിസത്തുൻ എന്നതിൻ്റെ ജം ആണ് ജവായിസ് എന്ന് പറഞ്ഞാൽ സമ്മാനം, പ്രൈസ്. ജവായിസ് എന്നാൽ സമ്മാനങ്ങൾ, പ്രൈസസ്. ദ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ പ്രൈസസ്. വഅൽഖാ ഖുതുബ, ആ സമ്മാനം കൊടുക്കുകയും ചെയ്തു. വഅൽഖാ, അദ്ദേഹം നിർവഹിച്ചു. ഖുതുബ, ഒരു പ്രസംഗം. ആൻഡ് ഹി ഡെലിവേർഡ് എ സ്പീച്ച്. വഅൽഖാ, അൽഖാ എന്നാൽ ഡെലിവേർഡ്, നിർവഹിച്ചു, ഡെലിവേർഡ്. ഖുതുബ, ഒരു പ്രസംഗം നിർവഹിച്ചു. ആ പ്രസംഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പ്രസംഗം എന്താണ്? അയ്യുഹൽ അഇസ്സാ അന സഈദുൻ ബിലിഖായിക്കും ഫി ഹാദൽ മൈദാനി ബിമുനാസബത്തി ഒളിമ്പിയ അൽ ഖറിയ. ഇജ്തമഅതും ഹുനാ ശുബ്ബാനൻ വശയൂഖൻ ഔലാദൻ വബനാതൻ ഫഅൻതും ഖുദ്വത്തുൻ ഹസനത്തുൻ ലിഉമൂമി വിലായത്തിനാ അൻതഹിസു ഹാദിഹിൽ ഫുർസത ലിതഖദീരി നജ്മിന സാത്തി അബ്ദില്ലാ فقد شارك معكم في المباراة رغم أنه في 82 من عمره وحاز الوسام الذهبي. أيها الأعزاء, ആദരണീയരായിട്ടുള്ളവരെ. സദസ്സിലേക്ക് ആളുകളോടാണല്ലോ പ്രസംഗിക്കുന്നത്. അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്ന ആദ്യത്തെ വേർഡാണ് അല്ലേ? ബഹുമാനപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ പ്രസംഗിക്കാറുള്ളത്. അല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങും. അപ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വേർഡാണ് അയ്യുഹൽ അഇസ്സാ. അവരോട് ആദരവോടുകൂടി അവരെ വിളിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, അന സഈദുൻ ബിലിഖായിക്കും. അന, ഞാൻ, സഈദുൻ, ഹാപ്പിയാണ്. അൽ ഹയാത്തു സഈദ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സഈദ് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവാൻ അല്ലെങ്കിൽ സന്തോഷവാൻ എന്നൊക്കെ പറയാം. അന സഈദുൻ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി. ബിലിഖായിക്കും, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ. ഐ ആം ഹാപ്പി ടു മീറ്റ് യു. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഡിലൈറ്റഡ് ടു മീറ്റ് യു. ഫി ഹാദൽ മൈദാൻ. മൈദാൻ എന്നാൽ മൈതാനം, ഗ്രൗണ്ട്. ഹാദൽ മൈദാൻ, ഈ മൈതാനത്ത്, ഈ ഗ്രൗണ്ടിൽ അല്ലേ? ഫി ഹാദൽ മൈദാൻ, ഇൻ ദിസ് ഗ്രൗണ്ട്. മത്സരങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിലാണല്ലോ. അപ്പോൾ ആ ഗ്രൗണ്ടിൽ വെച്ചാണ് അതിൻ്റെ സമാപന പരിപാടി നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഈ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങളൊക്കെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബി മുനാസബത്തി, സന്ദർഭത്തിൽ. ഇൻ ദ ഒക്കേഷൻ ഓഫ്, എന്തിൻ്റെ സന്ദർഭമാണ്? എന്ത് പരിപാടി അവിടെ നടക്കുന്നത്? ഒളിമ്പിയ അൽ ഖറിയ.
ഒളിമ്പിയ അൽ ഖറിയ എന്ന മത്സര പരിപാടികളുടെ ഈ സന്ദർഭത്തിൽ ഈ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഡിലൈറ്റഡ് ടു മീറ്റ് യു ഇൻ ദിസ് ഗ്രൗണ്ട് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഒളിമ്പിയ അൽ ഖറിയ. ഇജ്തമഅ്തും നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹുന ഇവിടെ. യു ഹാവ് ഗാദേർഡ് ഹിയർ നിങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നു. യു ഹാവ് ഗാദേർഡ് ഹിയർ. ശുബ്ബാൻ ആരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു? ശുബ്ബാനൻ യുവാക്കൾ, ചെറുപ്പക്കാർ, ദ യങ്. വശുയൂഹൻ മുതിർന്നവർ, പ്രായം അല്ലേ പ്രായമായവർ. വശുയൂഹൻ ഓൾഡ്. വ ഔലാദൻ വലതിന് അതിന് ജമ്മാണ് ഔലാദ്, ബോയ്സ് ആൺകുട്ടികളാണ് വലത് ഔലാദ്. വ ബനാത്തൻ ആൻഡ് ഗേൾസ്, ബിന്തുൻ എന്നതിൻ്റെ ജം ആണ് ബനാത്ത്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഒത്തുകൂടിയിരിക്കുന്നു? ചെറിയവരുണ്ട്, പ്രായം മുതിർന്നവരുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട് അല്ലേ? അവരൊക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. യു ഹാവ് ഗ്യാതേർഡ് ഹിയർ ആസ് യങ് ആൻഡ് ഓൾഡ്, ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഫ അൻതും ഖുദ്വത്തുൻ ഹസന. ഫ അപ്പോൾ, അൻതും നിങ്ങൾ, യു ആർ, ഖുദ്വത്തുൻ മാതൃകയാണ്, യു ആർ എ മോഡൽ, ഹസന നല്ല, ഫൈൻ, ഗുഡ്, യു ആർ എ ഗുഡ് മോഡൽ. ലി ഉമൂമി വിലായത്തിന്, വിലായത്ത് എന്നാൽ സംസ്ഥാനം, സ്റ്റേറ്റ്, വിലായത്തിന നമ്മുടെ സ്റ്റേറ്റ്, അവർ സ്റ്റേറ്റ്. ലി ഉമൂമി വിലായത്തിന നമ്മുടെ സ്റ്റേറ്റിന് മൊത്തത്തിൽ നിങ്ങൾ മാതൃകയാണ്, ഒരു നല്ല മാതൃകയാണ്. യു ആർ എ ഫൈൻ മോഡൽ ഫോർ അവർ സ്റ്റേറ്റ്. അന്തഹിസു ഹാദിഹിൽ ഫുർസത്ത ലി തഖ്ദീരി നജ്മിന സാത്തി അബ്ദില്ല. അപ്പോൾ മന്ത്രി പ്രസംഗം തുടരുകയാണ്. അന്തഹിസു ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഹാദിഹിൽ ഫുർസത്ത, ഹാദിഹി എന്നാൽ ഈ, ദിസ്, ഫുർസത്ത് അവസരം, ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഓപ്പർച്യൂണിറ്റി, ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലി തഖ്ദീരി പ്രശംസിക്കുവാൻ. നജ്മിന അസാത്യ, നജ്മിന, നജ്മി എന്നാൽ സ്റ്റാർ, നക്ഷത്രം. നജ്മിന അവർ സ്റ്റാർ, നമ്മുടെ നക്ഷത്രത്തെ. അസാത്യ തിളങ്ങുന്ന, അവർ ഷൈനിങ് സ്റ്റാർ. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി to express my admiration for our shining star. ആ ഷൈനിങ് സ്റ്റാറിൻ്റെ പേരെന്താണ്? അബ്ദില്ല. നമ്മുടെ തിളങ്ങുന്ന നക്ഷത്രമായ അല്ലെ ഷൈനിങ് സ്റ്റാറായ അബ്ദുള്ളയെ പ്രശംസിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ആരാണ് അബ്ദുള്ള? നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഫഖദ് ഷാറക, അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നു. ഹി പാർട്ടിസിപ്പേറ്റഡ്. മഅക്കും നിങ്ങളുടെ കൂടെ, വിത്ത് യു, ഹി പാർട്ടിസിപ്പേറ്റഡ് വിത്ത് യു. ഫിൽ മുബാറാത്തി മത്സരത്തിൽ, ഇൻ ദ കോമ്പറ്റീഷൻ. ഹി പാർട്ടിസിപ്പേറ്റഡ് വിത്ത് യു ഇൻ ദി കോമ്പറ്റീഷൻ. മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നു. റഗ്മ അന്നഹു ആണെങ്കിലും, അദ്ദേഹം ആണെങ്കിലും, ഡെസ്പൈറ്റ് ആണെങ്കിലും, ഫിസാനി വസമാനീൻ 82 മിൻ ഉംരിഹി വയസ്സ് 82 വയസ്സിൽ ആണെങ്കിലും, ഡെസ്പൈറ്റ് ബീയിങ് 82 ഇയേഴ്സ് ഓൾഡ്, 82 വയസ്സുകാരനാണെങ്കിലും അദ്ദേഹം നിങ്ങളുടെ കൂടെ മത്സരത്തിൽ പങ്കെടുത്തു. വഹാസ അദ്ദേഹം നേടി, ഹി വൺ അദ്ദേഹം നേടി, അൽ വിസാം മെഡൽ, അദ്ദഹബി ഗോൾഡ് അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തിരിക്കുന്നു. ഫഖദ് ഷാറക മഅക്കും അദ്ദേഹം നിങ്ങളുടെ കൂടെ പങ്കെടുത്തിരിക്കുന്നു. ഹി പാർട്ടിസിപ്പേറ്റഡ് വിത്ത് യു ഫിൽ മുബാറാത്തി ഇൻ ദ കോമ്പറ്റീഷൻ മത്സരത്തിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ പങ്കെടുത്തിരിക്കുന്നു. റഗ്മ അന്നഹു ഫി സാനി വസമാനീന മിൻ ഉംരിഹി ഡെസ്പൈറ്റ് ബീയിങ് 82 ഇയേഴ്സ് ഓൾഡ് 82 വയസ്സുകാരനാണെങ്കിലും അത്രയും വയസ്സുള്ള ആളാണെങ്കിലും അദ്ദേഹം മത്സരത്തിൽ നിങ്ങളുടെ കൂടെ കൂടി. വഹാസ എന്ന് മാത്രമല്ല അദ്ദേഹം നേടി അൽ വിസാമ ദഹബി ഗോൾഡ് മെഡൽ അദ്ദേഹം നേടുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ പുകഴ്ത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് മന്ത്രി പറയാണ്. അയ്യുഹൽ ഇഖ്വ الرياضة لها دور مهم في رعاية الصحة تذكروا
بأن الوقاية خير من العلاج ولا ننسى أن الصحة نعمة كبيرة تصبح بها الحياة سعيدة وبدونها تصير شقية أيها الإخوة സഹോദരങ്ങളെ. അവരെ വിളിക്കുകയാണ്. അയ്യുഹ എന്നത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. യാ എന്ന് വിളിക്കാറുള്ള അതുപോലത്തെ ഒരു വേർഡാണ് അയ്യുഹ. ഇഹ്വ അഹുൻ എന്നതിൻ്റെ ജമാണ്. അഹുൻ എന്നതിൻ്റെ ജം ആണ് ഇഹ്വത്ത്, സഹോദരങ്ങൾ, ബ്രദേഴ്സ്, ഡിയർ ബ്രദേഴ്സ്. അവിടെ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രദേഴ്സ്. അരിയാലത്തു സ്പോർട്സ്, ലഹ ആ സ്പോർട്സിനുണ്ട്, ലഹ അതിനുണ്ട്, ഇറ്റ് ഹാസ്, സ്പോർട്സ് ഹാസ്, സ്പോർട്സിനുണ്ട്. ദൗറുൻ പങ്കുണ്ട്, സ്പോർട്സ് ഹാസ് റോൾ, സ്പോർട്സിന് റോളുണ്ട്, പങ്കുണ്ട്. മുഹിമുൻ പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ. സ്പോർട്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ, അല്ലെങ്കിൽ സ്പോർട്സ് ഹാസ് എ ക്രൂഷ്യൽ അല്ലെങ്കിൽ എൻ ഇമ്പോർട്ടൻ്റ് റോൾ. ഫീ റിആയത്തി നിലനിർത്തുന്നതിൽ, പരിപാലിക്കുന്നതിൽ. അസ്വിഹത്ത് ആരോഗ്യം. റിആയത്ത് എന്നാൽ പരിപാലിക്കുക, മെയിൻറ്റെയിൻ. ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അപ്പോൾ സ്പോർട്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. തദക്കറൂ നിങ്ങൾ ഓർക്കൂ, റിമെമ്പർ നിങ്ങൾ ഓർക്കണം. ബി അന്ന തീർച്ചയായിട്ടും, അൽ വിഖായത്ത് പ്രതിരോധം. വിഖായത്ത് എന്നാൽ പ്രതിരോധം അല്ലെങ്കിൽ പ്രിവെൻഷൻ. ഖൈറുൻ അതാണ് നല്ലത്, മിനൽ ഇലാജി ചികിത്സയേക്കാൾ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. അൽ വിഖായത്ത് പ്രിവെൻഷൻ, ഖൈറുൻ അതാണ് ബെറ്റർ, മിനൽ ഇലാജി ദാൻ ക്യൂർ ചികിത്സയേക്കാൾ. വലാ നൻസ നമുക്ക് മറക്കാതിരിക്കാം. ലെറ്റ് us നോട്ട് ഫോർഗെറ്റ് നമുക്ക് മറക്കാതിരിക്കാം. അന്ന എന്താ മറക്കാതിരിക്കേണ്ടത്? അന്ന തീർച്ചയായിട്ടും, അസ്വിഹത്ത ആരോഗ്യം, ഹെൽത്ത്. ആരോഗ്യം എന്നത് നിഅമത്തുൻ അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഹെൽത്ത് ഈസ് എ ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹമാണ്. കബീറ വലിയ, ഗ്രേറ്റ്. ഹെൽത്ത് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ലെറ്റ് us നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഹെൽത്ത് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആരോഗ്യം എന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. തുസ്ബിഹു ആയിത്തീരും, ബിക്കംസ് ആയിത്തീരും, ബിഹ അതുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, വിത്ത് ഹെൽത്ത് ആരോഗ്യം കൊണ്ട് ആയിത്തീരും. എന്ത് ആയിത്തീരും? അൽ ഹയാത്തു ജീവിതം. വിത്ത് ഹെൽത്ത് ലൈഫ് ബിക്കംസ്, ആരോഗ്യം കൊണ്ട് നമ്മുടെ ജീവിതം ആയിത്തീരും. എന്തായിത്തീരും? സഈദത്തൻ സന്തോഷകരമായിത്തീരും, ജോയ്ഫുൾ ആയിത്തീരും. വിത്ത് ഹെൽത്ത് ലൈഫ് ബിക്കംസ് ജോയ്ഫുൾ. വബിദൂനിഹ അത് കൂടാതെ, അതില്ലാതെ, വിത്തൗട്ട് ഇറ്റ് ഏതില്ലാതെ? ആരോഗ്യമില്ലാതെ. വിത്തൗട്ട് ഹെൽത്ത് ആരോഗ്യമില്ലാതെ, തസ്വീറു ആയിത്തീരും. എന്ത്? ജീവിതം ആയിത്തീരും. ദ ലൈഫ് ബിക്കംസ് ഷഖിയത്തൻ അത് ദൗർഭാഗ്യകരവുമായി തീരും, അഥവാ പ്രയാസമുള്ളതുമായി തീരും, ഡിഫിക്കൽട്ട്. വിത്തൗട്ട് ഇറ്റ് ലൈഫ് ടേൺസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ നിലനിർത്തണം. നിലനിർത്താനുള്ള മാർഗമാണ് സ്പോർട്സ്. ലൈസത്തി റിയാദത്തു ലിൽ മുസാബഖാത്തി ഫഖത്ത്. ലൈസത്ത് അല്ല, അരിയാലത്തു സ്പോർട്സ് അല്ല, ലിൽ മുസാബഖാത്തി മത്സരങ്ങൾക്ക്, ഫോർ കോമ്പറ്റീഷൻസ്, ഫഖത്ത് മാത്രം. സ്പോർട്സ് എന്നത് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സ്പോർട്സ് ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് കോമ്പറ്റീഷൻസ്. മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്പോർട്സ്. മത്സരിക്കുക, ജയിക്കുക എന്നത് മാത്രമല്ല ഈ സ്പോർട്സ് കൊണ്ടുള്ള ഗുണം. ലൈസത്ത് അല്ല, അരിയാലത്തു സ്പോർട്സ് അല്ല, ലിൽ മുസാബഖാത്ത്. മുസാബഖത്തുൻ എന്നതിൻ്റെ ജം ആണ് മുസാബഖാത്ത്, മത്സരങ്ങൾ, കോമ്പറ്റീഷൻ. ഫഖത്ത് എന്നാൽ മാത്രം, മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്പോർട്സ്. സ്പോർട്സ് കൊണ്ട് വേറെയും പല ഗുണങ്ങളുണ്ട്. വലാകിന്ന പക്ഷേ, ബട്ട്, ഹ
അത്, ഏത് സ്പോർട്സ്, വസീലത്തുൻ അതൊരു മാർഗമാണ്, ദാറ്റ് ഈസ് എ മീൻസ്, അതൊരു മാർഗമാണ്, ലിൽ ഹിഫാദി അല സംരക്ഷിക്കുവാൻ, ടു പ്രിസർവ്, ദാറ്റ് ഈസ് എ മീൻസ് ടു പ്രിസർവ് അത് സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. എന്ത്? സ്വിഹത്ത് ആരോഗ്യം, ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുവാൻ. ആരുടെ? അൽ ഫർദി ഓഫ് ദ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ, അതുപോലെ വൽ മുജ്തമഇ ആൻഡ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് സ്പോർട്സ്. അപ്പോൾ സ്പോർട്സ് കേവലം മത്സരിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല സ്പോർട്സിൻ്റെ ഉദ്ദേശം, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് അത്. ഫൽ മുമാരിസു ബിർറിയാളതി അപ്പോൾ അൽ മുമാരിസു പ്രാക്ടീസ് ചെയ്യുന്നവൻ, ബിർറിയാളതി സ്പോർട്സ്, എ പേഴ്സൺ ഹു പ്രാക്ടീസസ് സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ, അൽ മുമാരിസു ബിർറിയാള സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ, എ പേഴ്സൺ ഹു പ്രാക്ടീസസ് സ്പോർട്സ് അയാൾ, അങ്ങനെ സ്ഥിരമായിട്ട് സ്പോർട്സിൻ്റെ ഇതൊക്കെ പരിശീലിക്കുന്ന ആൾ, സ്വഹീഹുൻ അവൻ ആരോഗ്യവാനായിരിക്കും, ഫി ജിസ്മിഹി അവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അല്ലേ, അയാൾ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും. സ്വഹീഹ് എന്നാൽ ഇവിടെ ഹെൽത്തി, ആരോഗ്യവാൻ, ഫി ജിസ്മിഹി ശരീരത്തിൻ്റെ കാര്യത്തിൽ, ഫിസിക്കലി അയാൾ ഹെൽത്തി ആയിരിക്കും. അതുമാത്രമല്ല വനശീത്തുൻ അയാൾ ഉന്മേഷമുള്ള ആളായിരിക്കും, ആക്റ്റീവ്, ഫി അമലിഹി അയാളുടെ പ്രവർത്തനത്തിൽ, അമലി എന്നാൽ വർക്ക്, ആക്റ്റീവ് ഇൻ ദെയർ വർക്ക് അല്ലേ, അവരുടെ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവായിരിക്കും. അതുപോലെ സലീം എന്നാൽ ഫിറ്റായ ആൾ, സുരക്ഷിതനായ ആൾ, ആരോഗ്യവാനായ ആൾ, ഡാമേജ് ഇല്ലാത്ത ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന് പറയാം. സൗണ്ട് എന്നാൽ ശബ്ദം എന്ന അർത്ഥത്തിലല്ല, ആരോഗ്യമുള്ള എന്ന അർത്ഥത്തിലല്ല. സൗണ്ട്, സലീമുൻ ഫി അഖ്ലിഹി, അഖ്ലി എന്നാൽ ബുദ്ധി അല്ലേ, ബുദ്ധി, മെൻ്റലി മാനസികമായിട്ട് മെൻ്റലി സൗണ്ട് ആയിരിക്കും. സലീമുൻ ഫി അഖ്ലിഹി, സലീമുൻ ഹീസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹീസ് അൺഡാമേജ്ഡ് അല്ലെങ്കിൽ ഹീസ് ഫിറ്റ് ഫി അഖ്ലിഹി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ കാര്യത്തിൽ മാനസികമായിട്ട് മെൻ്റലി ഹി വിൽ ബി സൗണ്ട്, അയാൾ സൗണ്ട് ആയിരിക്കും, നല്ല ആളായിരിക്കും, നല്ല ആരോഗ്യമുള്ള ആളായിരിക്കും. വസലീമുൻ ഫി അഖ്ലിഹി മെൻ്റലി സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്പോർട്സ് പരിശീലിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും, പ്രവർത്തനത്തിലൊക്കെ വളരെ ആക്റ്റീവായിരിക്കും, അതുപോലെ മെൻ്റലി സൗണ്ട് ആയിരിക്കും, നല്ല മനസ്സുള്ള ആളായിരിക്കും. വഖദ് സ്വദഖ സത്യം പറഞ്ഞിരിക്കുന്നു, അൽ ഖായിലു പറഞ്ഞവൻ. പണ്ട് ഏതോ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെത്ര ശരിയാ? അതാണ് അൽ ഖായിലു എന്ന് പറഞ്ഞത് ആരാന്നറിയില്ല, ഏതോ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, അതൊരു സത്യമായ കാര്യമാണ്. വഖദ് സ്വദഖ സത്യമായിരിക്കുന്നു, അൽ ഖായിലു സത്യം പറഞ്ഞിരിക്കുന്നു, അൽ ഖായിലു പറഞ്ഞ ആൾ. ഏതോ ആൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്, ആ എന്താ സത്യം നോക്കാം. അൽ അഖ്ലു സലീമു ഫിൽ ജിസ്മി സലീം. അൽ അഖ്ൽ എന്നാൽ ബുദ്ധി, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സ് എന്ന അർത്ഥത്തിലാണ്. അഖ്ൽ മൈൻഡ്, അസലീം എ സൗണ്ട് മൈൻഡ്, ഒരു നല്ല മനസ്സ്, സൗണ്ട് മൈൻഡ്. അത് ഫിൽ ജിസ്മി ശരീരത്തിലാണ്, അസലീം സൗണ്ടായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അത് സത്യവുമാണല്ലോ. വഖദ് സ്വദഖ സത്യം പറഞ്ഞിരിക്കുന്നു, അൽ ഖായിലു ആ പറഞ്ഞവൻ, അൽ അഖ്ലു സലീമു എ സൗണ്ട് മൈൻഡ് ഫിൽ ജിസ്മി സലീം ഇൻ എ സൗണ്ട് ബോഡി. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളത് എന്ന് പണ്ടൊരാൾ പറഞ്ഞത് എത്ര ശരിയാണ്. അഖീറൻ ഉഹന്നിഉകും ജമീഅൻ അയ്യുഹൽ മുശാരികൂൻ വഉഖദ്ദിമു ലക്കും അഹ്ലത് തഹാനി വത്തബ്രീകാത്ത് വല്ലാഹു യഹ്ഫദുകും വയർആകും. അഖീറൻ ഫൈനലി അവസാനമായി, അയാൾ പ്രസംഗം നിർത്തുകയാണ്, അപ്പോൾ പറയാണ് അഖീറൻ അവസാനമായി, ഉഹന്നിഉ ഞാൻ അഭിനന്ദിക്കുന്നു, ഐ കൺഗ്രാജുലേറ്റ്, കും നിങ്ങളെ, ഐ കൺഗ്രാജുലേറ്റ് യു
ജമിയൻ എല്ലാവരെയും, ഐ കൺഗ്രാജുലേറ്റ് ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അയ്യുഹൽ മുഷാരിക്കൂൻ, പങ്കെടുത്തവരെ, ഓ പാർട്ടിസിപ്പൻസ്, ഐ കൺഗ്രാജുലേറ്റ് ഓൾ ദ പാർട്ടിസിപ്പൻസ്, എല്ലാ പങ്കാളികൾ, ഈ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. വഉഖദ്ദിമു, ഞാൻ സമർപ്പിക്കുന്നു, ലക്കും, നിങ്ങൾക്ക്, ഐ എക്സ്റ്റെൻഡ് യു, ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, അഹ്ലാ, ഏറ്റവും മധുരമുള്ള, സ്വീറ്റസ്റ്റ്, അത്തഹാനി, ആശംസകൾ. ഐ എക്സ്റ്റെൻഡ് മൈ സ്വീറ്റസ്റ്റ് വിഷസ്, വത്തബിരീകാത്ത് ആൻഡ് ബ്ലെസ്സിങ്സ്, and I extend my sweetest wishes and blessings to you all. വല്ലാഹു, അല്ലാഹു, യഹ്ഫളു, സംരക്ഷിക്കട്ടെ, കും നിങ്ങളെ, മേ അല്ലാഹ് പ്രൊട്ടക്റ്റ് യു, വയർആക്കും, അവൻ നിങ്ങളെ പരിപാലിക്കട്ടെ, ആൻഡ് ഗൈഡ് യു, മേ ഗോഡ് പ്രൊട്ടക്റ്റ് യു ആൻഡ് ഗൈഡ് യു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ അവസാനിച്ചു. ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചില വർക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നഖ്റഉ നുസൂസ വനുക്മിലുൽ ജദ്വല. നഖ്റഉ, നമുക്ക് വായിക്കാം. ലെറ്റ് us റീഡ്. അൻ നുസൂസ്, ടെക്സ്റ്റുകൾ അഥവാ നമ്മളിപ്പോൾ വായിച്ച പാഠഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വായിക്കാം. വനുക്മിലു, ആൻഡ് ലെറ്റ് us കംപ്ലീറ്റ്, ലെറ്റ് us ഫിൽ, നമുക്ക് പൂർത്തീകരിക്കാം. അൽ ജദ്വൽ, ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കൊടുത്ത് കണ്ടല്ലോ, ഇതിൽ 3 ബ്ലാങ്കാണ്, അവിടെ നമുക്ക് പൂരിപ്പിക്കണം. ഇതിന് 2 കോളങ്ങളുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് അൽ മുഫ്രദ് എന്ന് കൊടുത്തിരിക്കുന്നു, ഇവിടെയോ ജംഉ തക്സീർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു കോളത്തിലൊക്കെ മുഫ്രദാണ്. മുഫ്രദ് മീൻസ് സിംഗുലർ. മൈദാൻ, മൈതാനം. ഖറിയത്തുൻ, ഗ്രാമം. ഷെയ്ഖുൻ, അല്ലേ, ഒരു ഓൾഡ് മാൻ, അതാണ് ഷെയ്ഖ്. ഇനി മറുഭാഗത്ത് നോക്കൂ, മൈദാൻ, മയാദീൻ. മയാദീൻ എന്നാൽ മൈതാനങ്ങൾ, ഗ്രൗണ്ടുകൾ. ഖറിയത്തിന് നേരെയുള്ള എന്താ, ഖുറ. ഖറിയത്ത് ഗ്രാമം, ഖുറ എന്നാൽ ഗ്രാമങ്ങൾ. ഷെയ്ഖ് അതിൻ്റെ അതിൻ്റെ പ്ലൂരലാണ് ശുയൂഖ്, പ്രായം ചെന്നവർ. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്തുള്ള മുഫ്രദാണ്, മറുഭാഗത്തുള്ളത് എന്താണ്, ജം ആണ്. പക്ഷേ ഇവിടെ ജം എന്ന് മാത്രമല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, ജംഉ തക്സീർ എന്ന് കൊടുത്ത കണ്ടില്ലേ, ജമ്മു തക്സീർ. എന്താ ഈ ജമ്മു തക്സീർ എന്ന് എഴുതിയിരിക്കുന്നത്? എന്താണ് ജമ്മു തക്സീർ? ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് മുമ്പ് കണ്ട് പരിചയമുള്ള 2 തരം ജമ്മുകൾ ഇതാ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മളെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ച വേർഡുകളാണ്. ലാഇബുൻ, ലാഇബുൻ എന്ന ഈ വേർഡ് ശ്രദ്ധിക്കും നിങ്ങൾ. ലാഇബുൻ, കളിക്കാരൻ, അല്ലേ, അതിൻ്റെ ജം ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താ, അതിൻ്റെ ജം എന്താണ്, ലാഇബൂന, അല്ലേ. ലാഇബൻ എന്നത് ഒരു പ്ലെയറാണ്. ലാഇബൂന എന്നാലോ കുറേ പ്ലെയേഴ്സ്, കളിക്കാർ എന്നാണ് അർത്ഥം. അപ്പോൾ കളിക്കാരൻ എന്നത് ലാഇബാണ്, കളിക്കാർ പ്ലെയേഴ്സ് എന്നത് ലാഇബൂന എന്നുമാണ്. അപ്പോൾ മുഫ്രദിനെ ഇവിടെ ജം ആക്കിയിരിക്കുന്നു. ലാഇബ് എന്നത് മുഫ്രദ്, ലാഇബൂന എന്നത് ജം. എങ്ങനെയാണ് ഈ മുഫ്രദിൽ നിന്ന് ഇവിടെ ജം ഉണ്ടാക്കിയിരിക്കുന്നത്? സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണല്ലേ, ഈ അവസാനത്തിൽ ഒരു വാവും നൂനും അധികം ചേർത്തിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ജം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. ഇവിടെ ലാഇബുൻ എന്നുണ്ട്, ആ ലാഇബ് എന്നതായി ഇവിടെയുണ്ട്. അവസാനം ഒരു വാവും നൂനും ചേർത്ത് ജം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ താഴെയുള്ളത് നോക്കൂ നിങ്ങൾ. ലാഇബത്തുൻ, കളിക്കാരി. പെണ്ണാണെങ്കിൽ ലാഇബത്ത് എന്നാണ് പറയാം, ലാഇബത്ത്. കളിക്കാരികൾ എന്നാണ് ലാഇബാത്ത്. ലാഇബത്ത് എന്നതിൻ്റെ ജമാണ് ലാഇബാത്ത്. കളിക്കാരി, കളിക്കാരികൾ, ലേഡി പ്ലെയേഴ്സ്. അപ്പോൾ നമുക്ക് ലാഇബത്തുൻ എന്നതിൽ നിന്നാണ് ലാഇബാത്തുൻ എന്ന ജം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇവിടെ ഈ അവസാനം ഒരു ചെറിയ താവുണ്ടല്ലോ ലാഇബത്ത് എന്നതിലെ, അതൊഴിവാക്കിയിട്ട് പകരം എന്ത് ചേർത്തു? ഒരു അലിഫും താവും അവസാനം ചേർത്തു. അങ്ങനെയാണ് ലാഇബാത്ത് എന്നുണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഈ ലാഇബ് എന്ന ഭാഗം ഉണ്ടല്ലോ, ലഇബ എന്നതിലുള്ള ലാഇബ് എന്ന ആ 3 അക്ഷരങ്ങൾ, അത് അതുപോലെ തന്നെയുണ്ട്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
ഓക്കെ, ഇത്തരം ജമ്മുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവസാനം വാവും നൂനും ചേർത്ത് ജമ്മുണ്ടാക്കുക, അല്ലെങ്കിൽ അവസാനം അലിഫും താവും ചേർത്ത് ജമ്മുണ്ടാക്കുക. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ജമ്മുകൾ നോക്കൂ നിങ്ങൾ. അതിലിങ്ങനെ ഒന്നുമല്ല ജമ്മുണ്ടാക്കിയിരിക്കുന്നത്. മൈദാനുൻ, അതിൻ്റെ അവസാനം വാവോ നൂനോ അല്ലെങ്കിൽ ബാബുൻ നൂനോ അല്ലെങ്കിൽ അലിഫും താവും ഒക്കെ ചേർത്തതാണോ? അല്ല, ഇത് മൊത്തത്തിൽ മാറിപ്പോയിരിക്കുന്നു. മൈദാനുൻ, മയാദീനുൻ. എവിടെ എന്തൊക്കെ മാറ്റം വന്ന്? ഈ യാ എന്നുള്ള ഈ എന്നത് മാറി യാ എന്നായി. ദാ എന്നത് ദീ, മയാദീൻ എന്നായി അല്ലേ? ഇങ്ങനെ കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഖറിയത്തുൻ എന്നത് നോക്കൂ നിങ്ങൾ. അതിൻ്റെ ജമ്മിൽ എന്തെല്ലാം മാറ്റം സംഭവിച്ചു? ഖുറ എന്നായി. യാ ഇല്ല, താ ഇല്ല അല്ലേ? പകരം യാവ് പോലുള്ള അലിഫ് എഴുതിയിരിക്കുന്നു, ഖുറ. എത്രയോ മാറ്റം സംഭവിച്ചു അല്ലേ? ഷെയ്ഖുൻ, അതിൻ്റെ ജമ്മുണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ഷുയൂഖുൻ. ഷാ എന്നുള്ളത് ഷു ആയി, ഈ എന്നുള്ളത് യു ആയി, പിന്നെ ഒരു വാവ് അധികം വന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ജമ്മുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മുഫ്രദിൽ നിന്ന് ജമ്മു തക്സീർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അവസാനം വാവും നൂനോ അല്ലെങ്കിൽ അലിഫും താവും ഒന്നും ചേർക്കല്ല ചെയ്യുക. ഈ വേർഡിന് തന്നെ ഒരുപാട് മാറ്റം സംഭവിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ജമ്മുകളെയാണ് നമ്മൾ ജമ്മു തക്സീർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ ജമ്മു തക്സീർ എന്ന് മനസ്സിലായല്ലോ. ഇതുപോലത്തെ വേർഡ്സ് നമ്മളെ പാഠഭാഗത്തുണ്ടോ? നമ്മൾ വായിച്ചപ്പോൾ ആ ഖുതുബയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അത് ഈ കോളങ്ങളിൽ താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ കാണാം, മൈദാനുൻ, മയാദീൻ, ഷെയ്ഖുൻ, ഷുയൂഖ്, അത് നമുക്ക് അവിടെ കണ്ടു. പിന്നെ ഉംറുൻ, വയസ്സ്, അതിൻ്റെ എന്താണ്? അഅ്മാർ. അയാൾക്ക് 82 വയസ്സായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വയസ്സ് ഉംറുഹു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? അഅ്മാർ എന്നാണ്. നിഅമത്ത്, ആരോഗ്യം ഒരു നിഅമത്താണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിഅമത്തുൻ എന്നതിൻ്റെ എന്താണ്? നിഅമുൻ എന്നാണ്. ഖറിയത്തുൻ, അതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടു, ഖുറ എന്നാണ്. ഷാബുൻ, അതിൻ്റെ ഷുബാൻ. അഖുൻ എന്നതിൻ്റെ ഇഖ്വത്ത്. സ്വദീഖുൻ എന്നതിൻ്റെ ആണെങ്കിലോ അസ്തിഖാ. അപ്പോൾ ഇതിൻ്റെ മുഫ്രദും ഇതിൻ്റെ ജംഉം പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം. അവസാന 2 അക്ഷരമോ അല്ലെ ഒരക്ഷരം ഒന്നും കൂടിയതൊന്നുമല്ല. ഇതിൻ്റെ മുഫ്രദിൻ്റെ രൂപത്തിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ജംആയപ്പോൾ. ഇങ്ങനെ ഉണ്ടാവുന്ന ജമ്മുകളെയാണ് ജമ്മു തക്സീർ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാവരും മനപ്പാടാക്കുക. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നുറാജിഉൽ ഖുതുബത വനുഇദ്ദുൽ മുൽസഖാതി അൻ അഹ്മിയത്തി റിയാലത്തി ഫി സ്വഹത്തി. നുറാജിഉ, ലെറ്റ് അസ് റിവ്യൂ. നമുക്കൊന്നുകൂടി നോക്കാം. അൽ ഖുതുബ, നമ്മുടെ ഈ പ്രസംഗം. വി റിവ്യൂ ദ സ്പീച്ച്. വനുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. ആൻഡ് പ്രിപ്പയർ മുൽസഖാത്ത്, പോസ്റ്ററുകൾ തയ്യാറാക്കാം. ലെറ്റ് അസ് പ്രിപ്പയർ പോസ്റ്റേഴ്സ്. ആൻഡ് സംബന്ധിച്ച്, എബൌട്ട്, എന്തിനെ സംബന്ധിച്ച്? അഹ്മിയത്തി, ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച്. അറിയാലത്തി, സ്പോർട്സിൻ്റെ. അപ്പോൾ പ്രിപ്പയർ പോസ്റ്റേഴ്സ് എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോർട്സ്. ഫിസ്വിഹത്തി, ആരോഗ്യത്തിൽ. ഇൻ ഹെൽത്ത്, ആരോഗ്യത്തിൽ സ്പോർട്സിൻ്റെ പ്രാധാന്യം. ആരോഗ്യ സംരക്ഷണത്തിൽ സ്പോർട്സിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം. പോസ്റ്ററുകൾ എഴുതേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. അൽ വിഖായത്തു നമ്മൾ നേരത്തെ പഠിച്ചു, പ്രിവെൻഷൻ. അത് ഖൈറുൻ, അതാണ് ബെറ്റർ, അതാണ് നല്ലത്. മിനൽ ഇലാജി ദാൻ ക്യൂർ, അല്ലേ? ചികിത്സയേക്കാൾ നല്ലത് പ്രിവെൻഷനാണ്. നേരത്തെ നമ്മൾ പഠിച്ചു. ഇതുപോലെ 3 നമ്മൾ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കും? ഏത് വരികൾ എഴുതും? നമ്മളുടെ പാഠഭാഗം അഥവാ ആ പ്രസംഗം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം, അല്ലെ? ആരോഗ്യ സംരക്ഷണത്തിൽ സ്പോർട്സിൻ്റെ പ്രാധാന്യം പറയുന്ന ഒരു വാചകമാണത്. അത് ആ ഖുതുബയിലുണ്ട്. അൽ അഖ്ലു സലീം, എ സൗണ്ട് മൈൻഡ്, അല്ലേ? ദ സൗണ്ട് മൈൻഡ്. ഫിൽ ജിസ്മി സലീം, ഇൻ എ സൗണ്ട് ബോഡി. നല്ല മനസ്സ് നല്ല ശരീരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ശരീരത്തിന് എക്സർസൈസുകൾ, സ്പോർട്സൊക്കെ ചെയ്യണം. ഇനി മറ്റൊന്ന്, അൽ ഉംറു മുജറദു റഖം.
അൽ ഉംർ വയസ്സ്, അത് മുജറദു റഖം, അത് ചില നമ്പറുകൾ മാത്രമാണ്. മുജറദ് എന്നാൽ ഇവിടെ അർത്ഥം മാത്രമാണ് എന്നാണ്. മുജറദ് റഖം നമ്പറുകൾ മാത്രമാണ്, നമ്പർ മാത്രമാണ്. അപ്പോൾ ഇബ്ഖ നശീതൻ, നീ ഉന്മേഷവാനായിരിക്കുക. ഇനി നമ്മളെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ട് നമുക്ക് വേറെയും എഴുതാം. അങ്ങനെ ബാക്കി ഒന്നുകൂടി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളെ സംബന്ധിച്ചാണ്. അജ്സാ ഉൽ ഖുതുബ, ഖുതുബയുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ. അതിലൊന്നാണ് തൗജീഹാത്ത്. തൗജീഹാത്ത് എന്നാൽ പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്ന വാചകമാണ്. അപ്പോൾ നമ്മൾ ആ ഖുതുബ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിൻ്റെ തുടക്കത്തിൽ അയ്യുഹൽ അഇസ്സ, അല്ലേ, പ്രിയരെ, ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുന്നിലിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആദ്യം പറയുന്ന വേർഡ് അതാണ് അയ്യുഹൽ അഇസ്സ. അല്ലെങ്കിൽ അയ്യുഹൽ ഹഫ്ലുൽ കരീം, അല്ലേ, സദസ്സിലിരിക്കുന്ന ആ അഭിബന്ധ്യരായ സദസ്യരെ. അല്ലെങ്കിൽ അയ്യുഹൽ ഇഖ്വത്ത് വൽ അഖ്വാത്ത്, സഹോദരി സഹോദരന്മാരെ. അല്ലെങ്കിൽ അൽ മുവാത്തി അയ്യുഹൽ മുവാത്തിനൂൻ, നാട്ടുകാരെ. ഇനി വെള്ളിയാഴ്ചയിലെ ഖുതുബയാണെങ്കിൽ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ, അല്ലേ. അങ്ങനെ പ്രസംഗം തുടങ്ങുമ്പം പറയുന്ന ആ വേർഡിനെയാണ് തൗജീഹാത്ത് എന്ന് പറയുക. അപ്പോൾ ഒരു പ്രസംഗത്തിന് തൗജീഹാത്ത് വേണം. ഇങ്ങനെ നാട്ടുകാരെ, മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പ്രസംഗം തുടങ്ങുക. ആ വാക്കാണ് തൗജീഹാത്ത്. പിന്നെ അതിനൊരു ബിദായത്തുണ്ട്, തുടക്കം. അതായത് നമ്മൾ ഈ പ്രസംഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാം, അന സഈദും ബിലിഖായിക്കും ഫി ഹാദൽ മൈദാൻ, അല്ലേ, ഈ മൈതാനത്ത് നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതാണ് ബിദായ. അന സഈദും ബിലിഖായിക്കും. അല്ലെങ്കിൽ അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെ സന്തുഷ്ടനാണ്. യസുറുനി ജിദ്ദൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന അതിനെയാണ് ബിദായ, ആ പ്രസംഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ആ പ്രസംഗത്തിനൊരു നിഹായയുണ്ട്, അതിനൊരു അവസാനം, പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കില്ലേ, അതാണ് അഖ്തതിമു കലാമി ഹാദ, ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രസംഗത്തിലുണ്ടായിരുന്ന വാചകം എന്താ, നമ്മളെ പാഠപുസ്തകത്തിലുള്ള ആ പ്രസംഗത്തിൽ വല്ലാഹു യഹ്ഫളുക്കും വയർ ആക്കും, അല്ലേ, അള്ളാഹു നിങ്ങളെ കാക്കട്ടെ, നിങ്ങളെ അവൻ സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിച്ചത്. അപ്പോൾ അതിന് നിഹായ എന്നാണ് പറയുക, നിഹായ. ഓക്കെ, അപ്പോൾ അങ്ങ് പ്രസംഗത്തിന് ഇങ്ങനെ 3 ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. പ്രധാനമായിട്ട് ഇങ്ങനെ 3 ഭാഗമുണ്ട്. ഒന്ന് തൗജീഹാത്ത്, അയ്യുഹൽ അഇസ്സ. രണ്ടാമത്തെ ബിദായത്ത്, അതിൻ്റെ തുടക്കം, അന സഈദും ബിലിഖായിക്കും, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനുശേഷം ആ ബോഡി ഓഫ് ദ സ്പീച്ച്, ആ പ്രസംഗത്തിൻ്റെ ബോഡിയാണ്, ആ പ്രസംഗം ആണ് പിന്നീടുള്ളത്. ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ നിഹായ, അതിൻ്റെ സമാപന, അതിൻ്റെ അവസാന ഭാഗം, വല്ലാഹു യഹ്ഫളുക്കും വയർ ആക്കും. ഇങ്ങനെ പ്രസംഗത്തിന് 3-4 ഭാഗങ്ങളുണ്ട്. അത് മനസ്സിലായാലോ എല്ലാവർക്കും? സിമ്പിളായ കാര്യമല്ലേ? ഇത് വായിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി പല തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്, അതും കൂടി മനസ്സിലാക്കണം. അൻവാഉൽ ഖുതബ്, അൻവാഉൽ ഖുതബ്, ഖുതുബയുടെ ഇനങ്ങൾ, പലതരം പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു വലിയ ഉദ്ഘാടന പരിപാടിയാണ് സങ്കല്പിക്കുക. അപ്പോൾ ആ പരിപാടിയിൽ ആദ്യം എന്താ ഉണ്ടാവുക? കലിമത്തു തർഹീബ്, സ്വാഗത പ്രസംഗം, അല്ലേ. ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാവരും ഹാജരായിരിക്കുന്നു, അവിടെ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൈയടിക്കും, അല്ലേ. യെസ്, അപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഈ സ്വാഗത പ്രസംഗം, അതാണ് കലിമത്തു തർഹീബ് എന്നാണ് അതിന് അറബിയിൽ പറയുക. പിന്നെ അതെന്തുണ്ടാവും? പിന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരാളുണ്ടാവും, അയാളെ പ്രസംഗം ഉണ്ടാവും, അല്ലേ. ഉദ്ഘാടന പ്രസംഗം, ഖുതുബത്തുൻ ഇഫ്തിതാഹിയ എന്നാ, ഇഫ്തിതാഹിയ, ഉദ്ഘാടന പ്രസംഗം, ഇനാഗുറൽ സ്പീച്ച്. പിന്നെ അൽ ഖുതുബത്തുർ റഈസിയ, പിന്നെ ആ പരിപാടിക്ക് ആശംസകൾ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ, അല്ലെ, ആശംസ അറിയിച്ചുകൊണ്ട് ചിലർ പ്രസംഗിക്കും, ആശംസാ പ്രസംഗങ്ങൾ. അതിനെന്താ പറയുക? കലിമാത്തു തഹാനി എന്നാണ് പറയുക, കലിമാത്തു തഹാനി. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പ്രസംഗത്തിൻ്റെ പേരെന്താ? നന്ദി പ്രസംഗം. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, അതാണ് നന്ദി പ്രസംഗം. അതിന് അറബിയിൽ എന്താ പറയുക? അതാണ്
കലിമത്തു ശുക്ർ, വോട്ട് ഓഫ് താങ്ക്സ്. വോട്ട് ഓഫ് താങ്ക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പല തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കി. വഫിൽ യൗമി താലി നുഷിറത്ത് അഖ്ബാർ ഉലുംബിയ അൽ ഖറിയ ഫി ജരീദത്തി സൗത്തുൽ ഖറിയത്തി ബിസ്സുവർ. വഫിൽ യൗമി താലി, ഇൻ ദ ഫോളോയിങ് ഡേ, ഇൻ ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. യൗമ് എന്നാൽ ഡേ, ദിവസം. അത്താലി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ. നുഷിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു, പബ്ലിഷ്ഡ്. അഖ്ബാർ വാർത്തകൾ, ഖബർ എന്നതിൻ്റെ ജംആണ് അഖ്ബാർ, വാർത്തകൾ, ന്യൂസ്. എന്തിൻ്റെ വാർത്തകളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? ഉലുംബിയ അൽ ഖറിയ. അതെന്താണെന്നറിയാലോ, മത്സരങ്ങൾ. ആ പരിപാടിയിലെ മത്സരങ്ങളുടെ വാർത്തകൾ. ഫി ജരീദത്തി, ഇൻ ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പറിൻ്റെ പേരെന്താ? സൗത്തുൽ ഖറിയ. സൗത്തുൽ ഖറിയത്ത്, വോയിസ് ഓഫ് വില്ലേജ് അല്ലെ, വോയിസ് ഓഫ് ദ വില്ലേജ് എന്ന പത്രം. ആ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ. ബിസ്സുവർ, ചിത്രങ്ങളോടെ. എലോങ് വിത്ത് പിക്ചേഴ്സ്, എലോങ് വിത്ത് ഇമേജസ്, അല്ലെങ്കിൽ എലോങ് വിത്ത് പിക്ചേഴ്സ്, ചിത്രങ്ങളോടെ. ഓരോ മത്സരത്തിൻ്റെയും ഇവിടെ കണ്ടില്ലേ ഒരു ചിത്രം, അതുപോലെ മത്സരത്തിലെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ സൗത്തുൽ ഖറിയ എന്ന പത്രത്തിൽ വന്നു. ആ വാർത്തയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇടുക്കിയിലാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്. ഒളിമ്പിയ അൽ ഖറിയ എന്ന പരിപാടി നടന്നത്. അതുകൊണ്ട് അതിൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ ഇടുക്കി എന്ന് എഴുതല്ലോ. ഇൻതഹത്ത് മുബാറയാത്തു ഉലുംബിയ അൽ ഖറിയ അല്ലത്തി ലഹറത് ഫിഹ അൽ ഹമാസത്തു വല്ലിയാഖ. ഇൻതഹത്ത് അവസാനിച്ചു, സമാപിച്ചു, കൺക്ലൂഡഡ്. മുബാറയാത്ത് ഗെയിംസ്, മത്സരങ്ങൾ. ഉലുംബിയ അൽ ഖറിയ ഗെയിംസ് അവസാനിച്ചു. അല്ലത്തി ലഹറത്ത് പ്രകടമായ, ഫീഹ അതിൽ പ്രകടമായിട്ടുണ്ട്. എന്താ പ്രകടമായത്? അൽ ഹമാസത്തു ആവേശം, എന്തൂസിയാസം. വല്ലിയാഖത്തു കായികക്ഷമതയും. കായികക്ഷമത എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ്. The Olympia Al Qaria Games, which were marked by enthusiasm and fitness, concluded. കായികക്ഷമതയും ആവേശവും പ്രകടമായ ഒളിമ്പിയ അൽ ഖറിയ, ഗ്രാമീണ ഒളിമ്പിക്സ് അവസാനിച്ചു. ഇഫ്തതഹ ഉദ്ഘാടനം ചെയ്തു, ഇനാഗുറേറ്റഡ്. വസീറുർ റിയാലത്തി സ്പോർട്സ് മിനിസ്റ്റർ, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ്, കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഹഫ്ലത്ത് പരിപാടി, അൽ ഖിതാം സമാപന പരിപാടി, ക്ലോസിംഗ് സെറിമണി. ദ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഇനാഗുറേറ്റഡ് ദ ക്ലോസിംഗ് സെറിമണി. ഖാമ ബി എന്നാണ് അല്ലേ. ഖാമ ബി എന്നാൽ എന്താ അർത്ഥം? നിർവഹിച്ചു, ചെയ്തു. തൗസി വിതരണം ചെയ്തു. അതിന് ഇംഗ്ലീഷ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് അൽ ഔസിമത്ത് എന്നാൽ എന്താ? മെഡലുകൾ അല്ലേ, മെഡലുകൾ വിതരണം ചെയ്തു. വൽ ജവായിസ് സമ്മാനങ്ങളും, ജായിസത്ത് എന്നതിന് ജമാണ് ജവായിസ്. ആൻഡ് ഹി ഡിസ്ട്രിബ്യൂട്ടഡ് മെഡൽസ് ആൻഡ് പ്രൈസസ്. ആര്? മിനിസ്റ്റർ ഓഫ് സ്പോർട്സ്. വഖദ്ദമ അദ്ദേഹം സമർപ്പിച്ചു. അത്തഹാനി അൽ ഖാസ്വ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു. ഹി എക്സ്റ്റെൻഡഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ലിൽ മുത്തസാബിഖി, മത്സരാർത്ഥിക്ക്. ഏത് മത്സരാർത്ഥിയെ? അബ്ദുള്ള എന്ന മത്സരാർത്ഥിക്ക്. ഹി എക്സ്റ്റെൻഡഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ദ പാർട്ടിസിപ്പൻറ്റ് അബ്ദുള്ള എന്ന പാർട്ടിസിപ്പൻറ്റിന് അദ്ദേഹം പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു. ആരാണ് ഈ അബ്ദുള്ള? അല്ലദീ ജാവസ കഴിഞ്ഞ, അസമാനീൻ 80 കഴിഞ്ഞ, മിൻ ഉംരിഹി അദ്ദേഹത്തിൻ്റെ വയസ്സ് 80 കഴിഞ്ഞ. ഹൂ അറ്റ് ഓവർ 80 ഇയേഴ്സ് ഓഫ് ഏജ്. 82 ഇയേഴ്സ് ഓൾഡ് ആണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഓവർ 80 ഇയേഴ്സ് ഓഫ് ഏജ്. വഹാസ ആൻഡ് അദ്ദേഹം നേടുകയും ചെയ്തു. വഹാസ ആൻഡ് ഹി വൺ അൽ വിസാം. വിസാം എന്നാൽ മെഡൽ. ഔസിമത്ത് എന്ന് ഇവിടെ ജമ്മു നമ്മൾ വായിച്ചില്ലേ, അതിൻ്റെ മുഫ്രദാണ് വിസാം, നേരത്തെ പഠിച്ചതാണ്.
മെഡൽ നേടുകയും ചെയ്ത, അദ്ഹബി ഗോൾഡ് മെഡൽ നേടുകയും ചെയ്ത. ആൻഡ് ഹി എക്സ്റ്റെൻഡഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ദ പാർട്ടിസിപ്പൻറ്റ് അബ്ദുള്ള ഹൂ അറ്റ് ഓവർ 80 years of age ആൻഡ് won the gold medal. വഖദ് സ്വറഹ അദ്ദേഹം പറഞ്ഞു, ഹി സ്റ്റേറ്റഡ് അദ്ദേഹം വ്യക്തമാക്കി, ഹി സ്റ്റേറ്റഡ് ഫി ഖുത്ബത്തിഹി ഇൻ ഹിസ് സ്പീച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി, ബി അന്ന എന്നാൽ ദാറ്റ്, അല്ലെങ്കിൽ തീർച്ചയായും എന്നൊക്കെ അർത്ഥം പറയാം, ഇവിടെ ദാറ്റ് എന്ന മീനിങ്ങിലാണ്. ഹി സ്റ്റേറ്റഡ് ഇൻ സ്പീച്ച് ദാറ്റ് ഹാദൽ ഒളിമ്പിയ, ദിസ് ഒളിമ്പിയ അല്ലെങ്കിൽ ഈ ഗ്രാമീണ ഒളിമ്പിക്സ്, ഖുദ്വത്തുൻ ദാറ്റ് ഈസ് എ മോഡൽ, അതൊരു മാതൃകയാണ്, ഹസന നല്ല, ദാറ്റ് ഈസ് എ ഗുഡ് മോഡൽ, ലിവിലായത്തിന ഫോർ അവർ സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്തിന് ഇത് നല്ലൊരു മാതൃകയാണ്. റഅസ അധ്യക്ഷത വഹിച്ചു, പ്രിസൈഡഡ് ഓവർ, ആര്, ഉളുവുൽ മജ്ലിസ് തശ്രീഇ MLA. എം എന്നാൽ എന്താ, മെമ്പർ അല്ലെ, MLAയിലെ മെമ്പർ എന്നാണല്ലോ. അപ്പോൾ ഉളുവ് എന്നതിൻ്റെ മീനിങ് ആണ് മെമ്പർ. എൽ എന്നാൽ എന്താ, ലെജിസ്ലേറ്റീവ്, അസംബ്ലി എന്നതിൻ്റെതാണ് മജ്ലിസ്. തശ്രീ എന്നാൽ ലെജിസ്ലേറ്റീവ്. അപ്പോൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLA, ഉളുവുൽ മജ്ലിസ് തശ്രീ. അപ്പോൾ MLA അധ്യക്ഷത വഹിച്ചു എന്തിന്, അൽ ഹഫ്ലത്ത പരിപാടിക്ക്. ഹഫ്ലത്ത് എന്നാൽ പ്രോഗ്രാം, ആ പ്രോഗ്രാമിന് സമാപന പരിപാടിക്ക് അല്ലെ ക്ലോസിംഗ് സെറിമണിക്ക് അധ്യക്ഷത വഹിച്ചത് MLA ആണ്. അപ്പോൾ ദ ഇവൻ്റ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ MLA. വഅൽഖ നിർവഹിച്ചു, റഈസുൽ മജ്ലിസിൽ ഖർവി, റഈസ് എന്നാൽ പ്രസിഡൻറ്റ്, മജ്ലിസിൽ ഖർവി എന്നാൽ ഗ്രാമപഞ്ചായത്ത്, പ്രസിഡൻ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. അൽഖ നിർവഹിച്ചു, ഡെലിവേർഡ്. എന്താണ് നിർവഹിച്ച അദ്ദേഹം, ഖുത്ബത്തു തഹാനി, കൺഗ്രാജുലേറ്ററി സ്പീച്ച് അഥവാ ആശംസാ പ്രസംഗം. ദ പ്രസിഡൻ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഡെലിവേർഡ് എ കൺഗ്രാജുലേറ്ററി സ്പീച്ച്. അപ്പോൾ പത്രത്തിൽ വന്ന വാർത്ത, ഈ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനി അതിന് താഴെയുള്ള വർക്ക് നോക്കാം. നഖറഉ തഖരീറ സുഹഫി വനുഇദ്ദു ബർനാമജ ഹഫ്ലത്തിൽ ഖിതാം. നഖറഉ നമുക്ക് വായിക്കാം, അത്തഖരീർ റിപ്പോർട്ട്, അസുഹഫി പത്ര റിപ്പോർട്ട്, പ്രസ് റിപ്പോർട്ട്. ഇപ്പോൾ പത്രത്തിൽ വന്ന റിപ്പോർട്ട് നമ്മൾ വായിച്ചല്ലോ, അതാണ് പറയുന്നത്. വി റീഡ് ദ പ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട് നമുക്ക് വായിക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, ആൻഡ് ലെറ്റ് us പ്രിപ്പയർ ബർനാമജ് തയ്യാറാക്കാം. എന്തിൻ്റെ, ഹഫ്ലത്തിൽ ഖിതാം ക്ലോസിംഗ് സെറിമണിയുടെ, ആ സമാപന പരിപാടിയുടെ ബർനാമജ് നമുക്ക് തയ്യാറാക്കാം. എന്താണ് ബർനാമജ്? ഇപ്പോൾ ഒരു പരിപാടി നടക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ഉദ്ഘാടന പരിപാടി നടക്കാൻ പോവുകയാണെങ്കിൽ അതിൽ ആദ്യം ഒരാൾ സ്വാഗതം പറയും അല്ലേ, ആ പരിപാടിക്ക് ഒരാൾ അധ്യക്ഷനായിട്ടുണ്ടാവും, പിന്നെ അതിനൊരു ഉദ്ഘാടനം ഉണ്ടാവും, പിന്നെ ഒരാൾ കുറേ ആൾക്കാർ ആശംസാ പ്രസംഗങ്ങൾ പറയും, അവസാനം ഒരാൾ നന്ദി പറയും അല്ലേ. അതൊക്കെ കൂടി ആ ക്രമത്തിൽ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതും. എന്നിട്ട് അത് ആ പരിപാടിയുടെ നടക്കുന്ന അവിടെ ആ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് ആ പരിപാടിയുടെ പ്രോഗ്രാം ഷെഡ്യൂൾ. അത് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് വായിച്ചല്ലോ, ആ റിപ്പോർട്ട് വായിച്ചാൽ അതിലാരാണ് അധ്യക്ഷത വഹിച്ചതാരാണ്, ആ പരിപാടി ഉദ്ഘാടനം ചെയ്തതാരാണ്, അവിടെ ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്തതാരാണ്, ഏതോ ഒരാൾ അവിടെ ആശംസ അറിയിച്ചു അല്ലെ, ആശംസാ പ്രസംഗം നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ എഴുതാനാണ് പറയുന്നത്. അതിങ്ങനെ എഴുതുന്നതിനെയാണ് ബർനാമിജ് എന്ന് പറയാം. ദാ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, തർഹീബ് എന്നാൽ വെൽക്കം സ്പീച്ച്. അതാരാണ് അവിടെ ചെയ്തത്, ആ പരിപാടിയിൽ ചെയ്തത് എന്നത് ആ ന്യൂസ് റിപ്പോർട്ട് നോക്കി നമ്മൾ എഴുതണം. അതുപോലെ പിന്നെന്താ, റിയാസത്ത്, അതിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രസിഡൻറ്റ് ആരാണ്, ഹൂ പ്രിസൈഡഡ് ഓവർ ദ ഇവൻറ്റ്,
അല്ലെങ്കിൽ ക്ലോസിംഗ് സെറിമണി. അതാണ് റിയാസത്ത് എന്നതിൻ്റെ നേരെ നമ്മൾ എഴുതേണ്ടത്. അധ്യക്ഷനായിട്ടുള്ള ആൾ ആരായിരുന്നു. പിന്നെ അൽ ഇഫ്തിത്താഹ്, ഇനാഗുറേഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? അത് മിനിസ്റ്റർ ഓഫ് സ്പോർട്സാണ്, നമുക്കറിയാം അല്ലേ. പിന്നെ തൗസിഉൽ ഔസിമ, മെഡലുകൾ വിതരണം ചെയ്തു, അതാരാണ്? അതും ചെയ്തത് മന്ത്രിയാണെന്ന് നമുക്കറിയാം. പിന്നെ ആ തഹാനി, ഖുത്ബത്തു തഹാനി നിർവഹിച്ചത് ആരാന്നാണ് പറഞ്ഞത്? റയീസുൽ മജ്ലിസുൽ ഖറവി. അത് നമ്മൾ പുസ്തകത്തിൽ കണ്ടു, നേരത്തെ അവിടെ വായിച്ചതാണ് അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ എഴുതുന്നതിനെയാണ് ബർനാമജ് എന്ന് പറയും. അവസാനം ശുക്ർ, നന്ദി ആരാണ് പറഞ്ഞതെന്ന് എഴുതണം. അപ്പോൾ അത് നമ്മളെ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ആൾക്കാരുടെ പേരുകൾ എഴുതുകയും ചെയ്യാം. നമുക്ക് നോക്കാം അതെങ്ങനെ എഴുതുക എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ പത്ര റിപ്പോർട്ട് ഇതാ ഇവിടെ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് ഇത് പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ബർനാമജ്. ഹഫ്ലത്തുൽ ഖിതാം ലി ഉലുംബിയ അൽ ഖറിയ, ഏറ്റവും മുകളിൽ നമ്മൾ എഴുതേണ്ടത് അങ്ങനെയാണ്. ഉലുംബിയ അൽ ഖറിയയുടെ സമാപന പരിപാടി, ക്ലോസിംഗ് സെറിമണി ഓഫ് ഉലുംബിയ അൽ ഖറിയ ലി ഹഫ്ലത്തുൽ ഖിതാം എന്നാൽ ക്ലോസിംഗ് സെറിമണി. അതിൻ്റെ ബർനാമജാണ് നമ്മൾ എഴുതുന്നത്. ബർനാമജ് എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ പ്രോഗ്രാം ഷെഡ്യൂൾ, അതിലാരൊക്കെ എങ്ങനെയൊക്കെ പ്രസംഗിക്കണം, അതിൻ്റെ ക്രമം എന്താണ്, അത് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കുകയാണ്. അതിനാണ് ബർനാമജ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ പത്ര റിപ്പോർട്ട് വായിച്ചല്ലോ, നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് പൂരിപ്പിച്ചാൽ മതി. എന്തൊക്കെ നമ്മൾ നോക്കി എഴുതേണ്ടത്? ഒന്ന് അത്തർഹീബ്, വെൽക്കം സ്പീച്ച് ആരാണ് നടത്തിയത്, ആരാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. രണ്ടാമത്തത് റിയാസത്ത്, അധ്യക്ഷത അല്ലെങ്കിൽ അധ്യക്ഷൻ ആരായിരുന്നു. ഹു പ്രിസൈഡഡ് ഓവർ ദി പ്രോഗ്രാം, ഈ പ്രോഗ്രാമിന് ആരാണ് അധ്യക്ഷത വഹിച്ചത്, അയാളുടെ പേര് ഇതിൽ നോക്കി എഴുതണം. പിന്നെ അൽ ഇഫ്തിത്താഹ്, ഇനാഗുറേഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരാണ്. പിന്നെ തൗസിഉൽ ഔസിമ, മെഡൽ ഡിസ്ട്രിബ്യൂഷൻ ആരാണ് നിർവഹിച്ചത്, ഈ മെഡലുകളൊക്കെ വിതരണം ചെയ്തത് ആരാണ്. പിന്നെ ആ തഹാനി, കൺഗ്രാജുലേറ്ററി സ്പീച്ചസ് അല്ലേ, അതിനെ ആശംസാ പ്രസംഗങ്ങൾ ആരൊക്കെ നടത്തി. പിന്നെ ആ ശുക്ർ, വോട്ട് ഓഫ് താങ്ക്സ്, അവസാനം നന്ദി ആരാണ് പറഞ്ഞത്. ഇതൊക്കെ ഇതിൽ നോക്കി നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അത്തർഹീബ്, സ്വാഗത പ്രസംഗം അല്ലേ, വെൽക്കം സ്പീച്ച്. അതാരാണ് നടത്തിയിട്ടുള്ളത്? നമ്മളിത് വായിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് പറയുന്നില്ല. പത്ര റിപ്പോർട്ട് സാധാരണ അതുണ്ടാവാറുണ്ട്, പക്ഷേ ഈ റിപ്പോർട്ടിൽ അതില്ല. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ എഴുതേണ്ട, നമുക്ക് എഴുതണമെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് എഴുതിയാൽ മതി. പിന്നെയാണ് ആ റിയാസത്ത്, അധ്യക്ഷത, ആരായിരുന്നു ആ പരിപാടിയിലെ അധ്യക്ഷൻ. ഹൂ പ്രിസൈഡഡ് ഓവർ ദ പ്രോഗ്രാം, ആരാണ്. അപ്പോൾ റിയാസത്ത്, അപ്പോൾ അതാ ഇവിടെ കാണാം റഅസ, അധ്യക്ഷത വഹിച്ചു. ഉളുവുൽ മജ്ലിസ് തശ്രീഇ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ MLA. അൽ ഹഫ്ലത്ത, ആ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചതാരാണ്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ, MLA ആണ്. അപ്പോൾ ഇത് നോക്കൂ, നിങ്ങളിവിടെ റഅസ എന്ന വേർഡ് കണ്ടില്ലേ, റഅസ, റിയാസത്ത്, റഅസ റിയാസത്ത് രണ്ടും തമ്മിൽ ബന്ധമല്ലേ. അപ്പോൾ അത് ആ വേർഡ് നോക്കി തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. റഅസ എന്നതിന് ശേഷം ഉളുവുൽ മജ്ലിസ് തശ്രീഇ എന്ന് കണ്ടല്ലോ, അപ്പോൾ അയാൾ തന്നെയാണ് റിയാസത്ത്, അധ്യക്ഷത വഹിച്ചത് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ റഅസ എന്നതിന് ശേഷമുള്ള ഉളുവുൽ മജ്ലിസ് തശ്രീഇ എന്ന ഈ പേര് റിയാസത്ത് എന്ന് ഇവിടേക്ക് എഴുതുക. പിന്നെ അൽ ഇഫ്തിത്താഹ്, ഉദ്ഘാടനം, അതാരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്, ആരാണ്. അതാ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഇഫ്തതഹ വസീറുർ റിയാള, സ്പോർട്സ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വസീറുർ റിയാള എന്നത് അൽ ഇഫ്തിത്താഹ് എന്നതിൻ്റെ നേരെ എഴുതുക, സ്പോർട്സ് മന്ത്രി. ഇനി അടുത്ത എന്താ, തൗസിഉൽ ഔസിമ, മെഡൽ ഡിസ്ട്രിബ്യൂഷൻ, അതാരാ നിർവഹിച്ചത്. അതാ അതിനെ തുടർന്ന് പറയുന്നല്ലോ, വഖാമ, അദ്ദേഹം നിർവഹിച്ചു, ബി തൗസിഉൽ ഔസിമ, മെഡൽ ഡിസ്ട്രിബ്യൂഷനും അദ്ദേഹം നടത്തി. ആരാണ്? വസീറുർ റിയാള തന്നെ. അപ്പോൾ അവിടെയും വസീറുർ റിയാള എന്ന് തന്നെ എഴുതുക. പിന്നെ ആ തഹാനി, ആശംസ പ്രസംഗം നടത്തിയത് ആരാണ്? ഇവിടെ കണ്ടല്ലോ, ഖുത്ബത്തു തഹാനി, ഏറ്റവും ലാസ്റ്റ് കാണാം തഹാനി.
അതാരാണ്? അൽഖാ റഈസുൽ മജ്ലിസിൽ ഖറവി, അല്ലേ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഖുതുബത്തു തഹാനി, ആശംസാ പ്രസംഗം. അപ്പോൾ നമ്മൾ റഈസുൽ മജ്ലിസിൽ ഖറവി, ഇവിടുന്ന് റഈസുൽ മജ്ലിസിൽ ഖറവി, ഈ വേർഡ് അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൻ്റെ അറബിയിലെ വേർഡ് അതാണ് റഈസുൽ മജ്ലിസിൽ ഖറവി. അത് നമ്മളിവിടെ എഴുതാം. പിന്നെ അവസാനം എഴുതേണ്ടത് എന്താ? ശുക്ർ, നന്ദി ആരാ പറഞ്ഞതെന്ന് പറയണം. അത് ഇതിലില്ല. സാധാരണഗതിയിൽ നമ്മളൊരു പത്രത്തിൽ റിപ്പോർട്ട് പരിശോധിച്ചാൽ കാണാവുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ വരി എഴുതിയിട്ടുണ്ടാവും, ഈ ഇന്ന ഒരാൾ സ്വാഗതം പറഞ്ഞു, മറ്റൊരാൾ നന്ദിയും പറഞ്ഞു, എന്നിട്ട് രണ്ടാൾക്കാരെ പേര് വെച്ചിട്ടാണ് അവസാനത്തെ വരി ഉണ്ടാവുക. ആ വരി ഇവിടെ ഈ റിപ്പോർട്ടിലില്ല. അതുകൊണ്ടാണ് ഇവിടെ ആരാണ് സ്വാഗതം പറഞ്ഞതെന്നോ നന്ദി പറഞ്ഞത് ആരാണെന്നോ നമുക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ബർനാമജ് എഴുതേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. ഇനി അടുത്ത വർക്കാണ് ഖാമ ഹായിസുൽ ബിസാമി ദഹബി അബ്ദുള്ള ബിഫ്തിതാഹി മിഹ്റജാനി റിയാലാത്തി വഅൽഖാ ഖുതുബ നുഇദ്ദുൽ ഖുതുബത ബിമുസാഅദത്തി നിഖാത്തി അലാത്തിയ. ഖാമ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഖാമ എന്ന് മാത്രമല്ല ഉള്ളത്, ഇവിടെ ബി എന്നൊരു അക്ഷരം കൂടിയുണ്ട്. ഖാമ ബി, നിർവഹിച്ചു. ഹായിസ് ജേതാവ്, ഹോൾഡർ. അൽ വിസാമ ദഹബി ഗോൾഡ് മെഡൽ, ദ ഹോൾഡർ ഓഫ് ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ ജേതാവ് അബ്ദുള്ള ഖാമബി നിർവഹിച്ചു. എന്താ നിർവഹിച്ചത്? ഇഫ്തിതാഹ്, ഉദ്ഘാടനം നിർവഹിച്ചു അഥവാ ഉദ്ഘാടനം ചെയ്തു. ഇനാഗുറേറ്റഡ്. ദ ഹോൾഡർ ഓഫ് ഗോൾഡ് മെഡൽ അബ്ദുള്ള ഇനാഗുറേറ്റഡ്. എന്താ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്? മിഹ്റജാൻ ഫെസ്റ്റിവൽ, റിയാലാത്ത് സ്പോർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. വഅൽഖാ, അദ്ദേഹം നിർവഹിച്ചു, അദ്ദേഹം ഹി ഡെലിവേർഡ് ഖുത്ബത്തൻ, എ സ്പീച്ച്, അയാൾ ഒരു പ്രസംഗം നടത്തി. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, ലെറ്റ് us പ്രിപ്പയർ, അൽ ഖുത്ബ, ആ പ്രസംഗം, അയാൾ നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, അത് നമുക്ക് തയ്യാറാക്കാം, ലെറ്റ് us പ്രിപ്പയർ ദ സ്പീച്ച്. ബി മുസാഅദത്തി, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, സഹായത്തോടെ, അന്നിഖാത്തി, പോയിൻ്റുകളുടെ, അൽ ആത്തിയ, ഫോളോയിങ് എന്നാൽ താഴെ വരുന്ന, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് പോയിൻറ്റ്സ്, താഴെ കുറച്ച് പോയിൻ്റുകൾ കൊടുത്തിരിക്കുന്നു, അവയുടെ സഹായത്തോടെ അയാൾ നടത്തിയ പ്രസംഗം നമുക്ക് തയ്യാറാക്കാം. എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ്സ്? അന മസ്റൂറുൻ, ഐ ആം ഹാപ്പി. അരിയാല, സ്പോർട്സ്. തുസായിദു, ഹെൽപ്സ്, സഹായിക്കുന്നു. അസ്വിഹത്ത്, ഹെൽത്ത്, ആരോഗ്യം. നിഅമത്തുൻ, അനുഗ്രഹം, ബ്ലെസ്സിങ്. മുഷാറക്കത്ത്, പങ്കെടുക്കുക, അല്ലെ, പാർട്ടിസിപ്പേഷൻ. അന്നഷാത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി. യുസബിബു, കാരണമാകുന്നു, കോസസ്. അൽ കസ്ൽ, ലേസിനസ്, മടി. അഫ്തതിഹു, ഐ ഇനാഗുറേറ്റ്. ഇഫ്തിതാഹ്, ഇയാൾ ഇനാഗുറൽ സ്പീച്ചല്ലേ നടത്തുന്നയാൾ, ഇനാഗുറേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ പോയതാണല്ലോ. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമല്ലോ, അപ്പോൾ അഫ്തതിഹു, ഐ ഇനാഗുറേറ്റ്. അതമന്ന, ഐ വിഷ്. അഖ്തതിമു, ഐ കൺക്ലൂഡ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും, താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. ശുക്രൻ, താങ്ക് യു. ലി ഹുസ്നി ഇസ്തിമാഇക്കും, നിങ്ങൾ നന്നായി കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് അയാൾ നടത്തിയ പ്രസംഗം നമ്മൾ എഴുതുക. അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രസംഗം ഇങ്ങനെ തയ്യാറാക്കാം. അയ്യുഹൽ ഹഫ്ലുൽ കരീം, അല്ലേ, അങ്ങനെയല്ലേ പ്രസംഗം തുടങ്ങുക. അയ്യുഹൽ ഐസ അല്ലെങ്കിൽ അയ്യുഹൽ ഹഫ്ലുൽ കരീം, ബഹുമാനപ്പെട്ട സദസ്യരെ, ഡിയർ ഓഡിയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിയർ ഓഡിയൻസ്, മുന്നിലിരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്ന ആദ്യ വേർഡ്, ഇതിനാണ് തൗജീഹ് എന്ന് പറയുക, അല്ലേ. ഓക്കെ, അങ്ങനെ പ്രസംഗം തുടങ്ങാണ്. പിന്നെ പറയാണ് അന മസ്റൂറുൻ ജിദ്ദൻ, ഐ ആം വെരി ഹാപ്പി, അല്ലേ.
മസ്റൂർ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടൻ, ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ, ഞാൻ വളരെ സന്തുഷ്ടനാണ്. അലാ ഹുസൂലി കിട്ടിയതിൽ, ഹാദിഹിൽ ഫുർസത്തി ഈ ചാൻസ്, അദ്ദഹബിയ ഗോൾഡൻ, ഈ ഗോൾഡൻ ചാൻസ് കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഐ ആം വെരി ഹാപ്പി ടു ഹാവ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിദായ എന്ന് പറഞ്ഞത്, അല്ലെ ഇതിൻ്റെ തുടക്കം, അതാണ് ആ പ്രസംഗത്തിൻ്റെ തുടക്കം എന്നാണ് ബിദായ എന്നാണ് അതിന് പറയുക. ശേഷം ബോഡി ഓഫ് ദ സ്പീച്ച്, ആ പ്രസംഗത്തിൻ്റെ ബോഡിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ആ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം. ഇന്ന റിയാലത ലഹ ദൗറുൻ മുഹിമ്മുൻ ഫി റിആയത്തി സ്വിഹതി വൽ ആഫിയ, ഇന്ന തീർച്ചയായും അരിയാല സ്പോർട്സ്, ലഹ അതിനുണ്ട്, അഥവാ സ്പോർട്സിനുണ്ട്, ദൗറുൻ പങ്കുണ്ട്, മുഹിമ്മുൻ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട പങ്കുണ്ട്. സ്പോർട്സ് ഹാസ് ഇമ്പോർട്ടൻ്റ് റോൾ ഫി റിആയത്തി പരിപാലിക്കുന്നതിൽ അല്ലെങ്കിൽ നിലനിർത്തുന്നതിൽ, ഇൻ മെയിൻറ്റെയിനിങ്, അസ്വിഹ ആരോഗ്യം, ഹെൽത്ത്, വൽ ആഫിയ സൗഖ്യവും, വെൽ ബീയിങ്. അപ്പോൾ സ്പോർട്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. അതൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിച്ച വരികളാണ്. വഹിയ അത്, അഥവാ സ്പോർട്സ്, തുസായിദുന നമ്മെ സഹായിക്കുന്നു, ഇറ്റ് ഹെൽപ്സ് അസ് അത് നമ്മളെ സഹായിക്കുന്നു, അല നുമുവി വളരുവാൻ, നുമുവ് എന്നാൽ വളരുക, ഗ്രോത്ത്, അൽ ജിസ്മി ശരീരത്തിൻ്റെ, അപ്പോൾ ഇറ്റ് ഹെൽപ്പ് ഹസ് ടു ഗ്രോ ഫിസിക്കലി, അപ്പോൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ബോഡി. അതുപോലെ വറാഹത്തിൻ നഫ്സി, റാഹത്ത് എന്ന് പറഞ്ഞാൽ സുഖം, സമാധാനം, പീസ്, അൻ നഫ്സി മനസ്സിൻ്റെ, പീസ് ഓഫ് മൈൻഡ്. വസിഹത്തു ആരോഗ്യം, ഹെൽത്ത്, നിഅമത്തുൻ ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് അനുഗ്രഹമാണ്, നിഅമത്തുൻ അലീമ ഗ്രേറ്റ് ബ്ലെസ്സിങ് വലിയ അനുഗ്രഹമാണ്, മഹത്തായ അനുഗ്രഹമാണ്, മീൻ അല്ലാഹ് ഫ്രം അല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണത്. അലൈന അൽ മുഷാറക്ക നമ്മൾ പങ്കെടുക്കണം, അലൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അൽ മുഷാറക്ക പങ്കെടുക്കൽ, അല്ലെങ്കിൽ വി മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് നമ്മൾ പങ്കെടുക്കണം. ഫിന്നഷാത്താത്തി ആക്ടിവിറ്റീസിൽ പ്രവർത്തനങ്ങളിൽ, റിയാലിയ സ്പോർട്സ് ആക്ടിവിറ്റീസ്, വി മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്. ഫി മദ്രസത്തിന് ഇൻ അവർ സ്കൂൾ നമ്മുടെ സ്കൂളിൽ, വഫി ബൽദത്തിന് അതുപോലെ നമ്മുടെ നാട്ടിലും നമ്മൾ ഇതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണം. വഹിയ അത്, അഥവാ ഇങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്താൽ അത് തുസബിബു ദാറ്റ് കോസസ് അത് കാരണമായി തീരും, അൻ തുസീല നീങ്ങുവാൻ, ഇല്ലാതാക്കുവാൻ, ടു എലിമിനേറ്റ്, അൽ കസിൽ ലേസിനെസ്, ദാറ്റ് ഹെൽപ്സ് അസ് ടു എലിമിനേറ്റ് ലേസിനെസ്, മിൻ ഹയാത്തിന ഫ്രം അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മടിയെ ഇല്ലാതാക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ സഹായിക്കും. വലാ ഉത്തീലു കലാമി ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, വലാ ഉത്തീലു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കലാമി എൻ്റെ സംസാരം, വിത്തൗട്ട് പ്രൊലോങ്ങിങ് മൈ സ്പീച്ച് എൻ്റെ സംസാരം അധികം ദീർഘിപ്പിക്കാതെ, അഫ്തതിഹു ഐ ഇനാഗുറേറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, ഹാദൽ മെഹ്റജാൻ റിയാലിയ ഈ സ്പോർട്സ് ഫെസ്റ്റിവൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അധികം സംസാരം ദീർഘിപ്പിക്കാതെ ഞാൻ ഈ സ്പോർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ബികുല്ലി ഫറഹിൻ എല്ലാ സന്തോഷത്തോടെയും, വസുറൂറിൻ ആഹ്ലാദത്തോടെയും, അല്ലേ സുറൂർ ഫറഹ് ഏതാണ്ട് ഒരേ അർത്ഥമാണ്. ഐ ഹിയർ ബൈ ഇനാഗുറേറ്റ് ദി സ്പോർട്സ് ഫെസ്റ്റിവൽ വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. അഷ്കുറുക്കും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു, ശുക്രൻ ജസീല വളരെയേറെ നന്ദി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഐ സിൻസിയർലി താങ്ക് യു. എന്തിന്? ലിഹുസ്നി ഇസ്തിമാഇക്കും നിങ്ങൾ നന്നായി കേട്ടതിന്, ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ, വലിദഅവതിക്കും അതുപോലെ എന്നെ ക്ഷണിച്ചതിനും, ഫോർ ഇൻവൈറ്റിംഗ് മീ ഇലാ ഹാദിഹിൽ ഹഫ്ല ടു ദിസ് ഇവൻറ്റ് അൽ കബീറ വലിയ, ദിസ് ഗ്രേറ്റ് ഇവൻറ്റ്, ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദി ഗ്രേറ്റ് ഇവൻറ്റ് ഈ വലിയ പരിപാടിയിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാൻ. വല്ലാഹു യഹ്ഫളുക്കും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, മേ അള്ളാഹ് പ്രൊട്ടക്റ്റ് യു, വയർആക്കും അതുപോലെ മേ അള്ളാഹ് ബ്ലസ് യു.
അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ വല്ലാഹു യഹ്ഫദുക്കും വയർആക്കും എന്നെന്താ ഇതിൻ്റെ നിഹായാണ് അല്ലേ, ഇതിൻ്റെ സമാപനമാണ്, പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വേർഡാണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രസംഗം എഴുതാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പ്രസംഗം എഴുതാൻ പറഞ്ഞാലും നമുക്ക് എഴുതാമല്ലോ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.